റൊട്ടീനുമായിട്ടാണ് കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഇപ്പോൾ എണീക്കാണ് കേട്ടോ. എണീറ്റ് കുറച്ച് സമയമായി. എണീറ്റിട്ട് ഇപ്പോൾ ഞാൻ ഉളുഹൊക്കെ എടുത്ത് മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതുകയാണ്. ഒരു മനസ്സുഖം. പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് മെൽറ്റായിട്ടുണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല, അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ആഫ്റ്റർ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ചല്ല, ജസ്റ്റ് ഞാൻ ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്തു. അപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു. പിന്നെ ഈയിടെയായിട്ട് കയ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല, അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നില്ല ഗൈസ്. കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു 4 days അല്ലെങ്കിൽ ഒരു 1 week കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് വെയിറ്റ് ലോസ് ചെയ്യാമെന്നേ. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചാൽ ഞാനൊരു 1 week, വിത്തിൻ 1 week കൊണ്ട് തടി കുറക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. അപ്പം നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. കിച്ചണൊക്കെ ചെറുതായിട്ട് മിസ്റ്റപ്പായ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്നെപ്പോലെ OCD ഉള്ള ആരെങ്കിലും ഉണ്ടോ? വൃത്തിയാക്കാൻ നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര OCD ആണ്. കാരണം അവിടെ പിന്നെ ആരും വൃത്തികേടാക്കുന്നത് എനിക്ക് പറ്റത്തില്ല. പക്ഷെ അതേസമയം ഞാനായിട്ട് മിസ്റ്റപ്പായിട്ട് അലമ്പായിട്ടിടുകയാണെങ്കിൽ പിന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് നന്നാക്കൂല. എനിക്കതിനോട് വലിയ പ്രശ്നമില്ല. എനിക്കപ്പോൾ OCDയിലൊരു കുന്തമില്ല, ആ ഒരു അവസ്ഥയിലേക്കാവും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് കഴിച്ചു. വീണ്ടും എൻ്റെ വയറ്റിലെന്തോ കൊക്കപ്പുഴു എന്ന് പറയുന്നു എന്തെങ്കിലും കഴിക്കാനായിട്ട്. എന്താ ചെയ്യാല്ലേ? എനിക്കിപ്പോൾ ഈ ഡേറ്റ് ഫുഡ് അഡിക്ഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല, അതില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മിൽക്ക് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. നമ്മുടെ സ്ഥിരം ആൾ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് കോഫി. ഞാനൊരു കോഫി ലവറാട്ടോ. കോഫി ഇല്ലാണ്ട് എൻ്റെ ഒരു ദിവസം പോലും എനിക്ക് കോഫി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഡയറ്റ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കോഫി പോയിട്ട് എൻ്റെ ലൈഫിലോട്ട് വരില്ല. കാരണം ഞാൻ അത്രയും കൺട്രോൾ ചെയ്യും. മൈൻഡ് കൺട്രോൾ ആവുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. അല്ലാത്ത പക്ഷം ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് അടിക്കും, കോഫി കഴിക്കും. ഇനിയിപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്തൊരു 15 days അല്ലെങ്കിൽ 1 month ഡയറ്റ് ഓർ വർക്കൗട്ട് എനിത്തിങ് ചെയ്ത് ഞാൻ വളരെ തടിയൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിലും വിത്തിൻ 1 week എനിക്ക് തോന്നും എന്താ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ളതല്ലേ. ഇങ്ങനെ ഞാൻ ജീവിതം പാഴാക്കിയാൽ ഞാൻ എന്നാണ് ഈ ഫുഡുകളൊക്കെ കഴിക്കുക, എന്നാണ് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങും. ആ ചിന്ത ഞാൻ എന്ന് ചിന്തിക്കുന്നു അന്ന് മുതൽ ഞാൻ കഴിക്കാൻ തുടങ്ങും. വീണ്ടും ഞാൻ പഴയ ആ ഒരു വെയിറ്റിലേക്ക് പോവും. പഴയ വെയിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വെയിറ്റ്, അതായത് ഞാൻ നോർമലി ഉള്ള വെയിറ്റിനേക്കാളും ഒരിത്തിരിയും കൂടെ കൂടും. വീണ്ടും ഞാൻ ആ നോർമലി ഉള്ള വെയിറ്റിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കുറക്കും, വീണ്ടും കൂടും. അങ്ങനെ ഞാൻ ബ്രെഡും മിക്സറും കോഫിയും ഒക്കെ തിന്നു. നല്ല ടേസ്റ്റായിരുന്നു. എത്ര പെട്ടെന്നല്ലേ പാത്രമൊക്കെ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ടുണ്ട്. റൂമിൽ പോയി ബെഡൊക്കെ ഭയങ്കര മിസ്റ്റപ്പാണ്, അതൊന്നും നോക്കണ്ട. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, റൂമിൽ പോയ ശേഷം ഞാൻ റെഡി ആവുകയാണ്. പറയാൻ കിട്ടുന്നില്ല, റെഡി ആവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പഴയൊരു ഫോട്ടോ ആണ്, ആ ഫോട്ടോ ഫ്രെയിം ഇവിടെ വെച്ചേക്കുന്നത്. ഇടയ്ക്ക് അതങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടാണ്, ഒരേ ഡ്രസ്സാണ് എല്ലാവരും. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. പർദ്ദയാണ് ഇടുന്നത്. ജസ്റ്റ് ഞങ്ങൾ പുറത്ത് പോകുന്നു, വെറുതെ പുറത്ത് നടന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് റൂമിലേക്ക് തന്നെ വരും. കാര്യം ഇവിടെ പകലിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം ഭയങ്കര ചൂടായതുകൊണ്ട്, കാരണം നൈറ്റ് പുറത്തിറങ്ങാണ് ബുദ്ധി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങുന്നു, ജസ്റ്റ് അവിടെ ഇവിടെയും കറങ്ങുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, അത്ര തന്നെ. എമി ബേബി ഭയങ്കര സെറ്റപ്പിൽ ഒരുങ്ങിയത് നോക്കണ്ട. നമ്മുടെ ഹോം സിറ്റിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി വരാനാണ് അവൻ്റെ വിചാരം. പാർക്കിലേക്ക് പോകുന്ന നെവർ മൈൻഡ്, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ കാണിച്ചാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്. അവിടെ വേസ്റ്റൊക്കെ കളയുന്ന ബാസ്ക്കറ്റ് കണ്ടില്ലേ,
അവിടെയാണ് നമ്മൾ വേസ്റ്റൊക്കെ കളയുക. റോഡിലൂടെ വലിയ ആളായി നടക്കുന്നുണ്ട്, അതിനിടയിൽ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ ഓടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം പരിപാടികൾ. പുറത്തിറങ്ങുന്നു, റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അതൊക്കെ തന്നെ. അങ്ങനെ ഞാനിങ്ങനെ മരങ്ങളൊക്കെ കാണും. നമ്മുടെ ഹോം സിറ്റി അല്ല, ഹോം ടൗൺ, അതായത് നമ്മുടെ ഹോം നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു സൈഡ് ഇതാണ് കേട്ടോ നമ്മുടെ കാറ്, ഇതാണ് നമ്മുടെ കാർ, ഈ വൈറ്റ് കാർ. അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ നിറയെ മരങ്ങളും കാര്യങ്ങളും പച്ചപ്പൊക്കെ ഉണ്ട്. എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടം. ഒരു ഹോംലി ഫീലാണ്. ശരിക്കും എൻ്റെ ഹോംലി ഫീല് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എനിക്ക് കിട്ടും. ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പേ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. നല്ല സുഖമാണ്, നല്ല കാറ്റും തണുപ്പും ഒരു ഹോംലി ഫീലൊക്കെ കിട്ടാറുണ്ട്. എൻ്റെ വീട്ടിലിങ്ങനെയാണ്, ചുറ്റും മരങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലെമൺ ട്രീ ആണ് കേട്ടോ. ലെമണൊന്നുമില്ല. ആദ്യം ഞാൻ ഇതിന് മുമ്പ് നോക്കിയപ്പോൾ നിറയെ ലെമൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മാത്രമേ കണ്ടത്, അതും ഞാൻ പരതി കണ്ടെത്തിയതാണ് ഗൈസ്. അങ്ങനെ അത് കണ്ടു. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. പോയി നമ്മളിങ്ങനെ കുറച്ച് നേരം അവരുടെ ഫ്രണ്ട്സിനൊക്കെ അവർ കാണാൻ പുറത്തിറങ്ങി. ഞാനിങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോയി. അങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ദോശയില്ലേ, മറ്റേ പുളിദോശ, നിങ്ങളെന്താ പറയാന്നറിയില്ല, എന്തായാലും ആ ദോശയും പൊറോട്ടയും അതുപോലെ ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നീടാണ് ഞാൻ ഓർത്തത് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു. ആ സങ്കടത്തിൽ കുറച്ച് നേരം ഞാൻ ആലോചിച്ചിരുന്നായിരുന്നു. മറവി തന്നെ. അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നു. അവസാനം ഞാൻ എമ്മി ബേബി ഞാനും ബ്രഷൊക്കെ ചെയ്ത് റൂമിലോട്ട് വന്നു. അല്ല, ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഉറങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഉറങ്ങാണ്. ഗുഡ് നൈറ്റ്, ബൈ.